മൃദംഗവിഷനും GCDയും തമ്മിലുള്ള കരാർ വിവരങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നു. സ്റ്റേഡിയത്തിൽ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അനുമതി വാങ്ങണം എന്നാണ് കരാറിലുള്ളത്. പക്ഷേ അതുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതും സംഘാടകരുടെ ഉത്തരവാദിത്വമാണ് എന്ന് കരാറിൽ പറയുന്നുണ്ട്. പരിപാടിക്ക് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നായിരുന്നു ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ GCDയുടെയും കണ്ടെത്തൽ. വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫയാണ് ചേരുന്നത്. മുസ്തഫ, കരാറിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൊച്ചിയിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നല്ലേ? ദിവ്യ, ഈ പരിപാടിക്ക് അനുമതി തേടിക്കൊണ്ട് ഈ ടർഫ് ലഭ്യമാക്കണം അല്ലെങ്കിൽ GCDA സ്റ്റേഡിയം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകുന്നു. അതിനനുസരിച്ച് കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങളോടുകൂടി കണ്ടീഷൻസ് ആൻഡ് ക്ലോസ് വെച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് നമ്മൾ ഈ നേരത്തെ നൽകിയത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായി തന്നെ ഒരു മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കർശനമായ ഉപാധികളോടെയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക നിർമ്മാണങ്ങൾ സ്വാഭാവികമായി ഒരു വലിയ പരിപാടികളൊക്കെ നടത്തുമ്പോൾ നിലവിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. പക്ഷെ അത്തരത്തിലുള്ള ഏത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പോലും അതിന് കൃത്യമായി തന്നെ കൊച്ചി കോർപ്പറേഷനും ഫയർഫോഴ്സും ഈ രണ്ട് അധികൃതരിൽ നിന്ന് മുൻകൂറായിട്ടുള്ള ഒരു അനുമതി ലഭ്യമാക്കിയ ശേഷം മാത്രമേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നുള്ളതാണ്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. ഒപ്പം തന്നെ പരിപാടി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ അനുമതികളും, ഏതൊക്കെ തരത്തിലുള്ള അനുമതികൾ വേണോ മുഴുവൻ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ടതും ഈ പരിപാടിക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കേണ്ടതും സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ രണ്ട് ക്ലോസുകളാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒന്ന്, ആദ്യത്തേതിലേക്ക് വന്നാൽ ഫയർഫോഴ്സ് കൃത്യമായി തന്നെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഫയർഫോഴ്സിന്റെ അനുമതി എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പരിശോധിച്ചതിന് ശേഷം പ്രത്യേകിച്ച് മന്ത്രി അതോടൊപ്പം തന്നെ MLA മാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഫയർഫോഴ്സിന്റെ ഒരു അനുമതി എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ളതല്ല. കൃത്യമായി തന്നെ പരിശോധന നടത്തണം. അവർ പരിശോധന നടത്തി NOC ലഭിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സാധാരണ അനുമതി ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെ ഈ സ്റ്റേജ് കെട്ടുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഫയർഫോഴ്സിന് അനുമതി തേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ വ്യക്തതയില്ല എന്ന് മാത്രമല്ല അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, അധിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താൽക്കാലിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ അനുമതി തേടിയിട്ടില്ല എന്നുള്ളത് മറ്റൊന്ന്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ നമ്മൾ രണ്ടാമതായി സൂചിപ്പിച്ചത്, പരിപാടി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കണം. ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടതുണ്ടോ അതൊക്കെ സംഘാടകരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇങ്ങനെ ഏർപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ ദൗർഭാഗ്യകരമായി ഇന്നലത്തെ ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഇതിനനുസരിച്ച് രാവിലെ GCDAയുടെ ചെയർമാൻ ചന്ദ്രപിള്ള കൃത്യമായി തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റി തങ്ങളെ സമീപിക്കുന്നു. അതനുസരിച്ച് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തതയോടുകൂടി ഒരു കരാർ വെച്ചതിന് ശേഷമാണ് ഈ പരിപാടിയിലേക്ക് പോയത്. ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്ത് ഈ പരിപാടി നടത്തിയത് ഏതൊക്കെ തരത്തിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രോട്ടോകോളുകളുണ്ടോ അത് മുഴുവൻ നഗ്നമായി ലംഘിക്കപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നത് പോലെ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പലതരത്തിൽ പറ്റിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ GCDAയിൽ നിന്ന് അനുമതി ലഭിക്കുമ്പോൾ അവർ കൃത്യമായി തന്നെ പാലിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലംഘിക്കപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് GCDAയുടെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെ ഒരു പരിശോധന, അതായത് 15 ലക്ഷത്തിന് കെട്ടിവെച്ച തുക കിട്ടിയതിനു ശേഷം അങ്ങനെ ഒരു പരിശോധന നടത്താൻ GCDAയും തയ്യാറായിട്ടില്ല അല്ലെ? അപ്പോൾ വീഴ്ച GCDAയുടെ കൂടെയല്ലേ? GCDA അങ്ങനെ അവർ കൈമലർത്തുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ തരത്തിൽ കൃത്യമായി തന്നെ ഞങ്ങൾ ഈ തരത്തിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ കരാറിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. വാടക ഇനത്തിൽ 9 ലക്ഷം രൂപയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5 ലക്ഷം രൂപയും അങ്ങനെ ഏകദേശം 15 ലക്ഷത്തിനടുത്ത് വരുന്ന തുക അതാണ് കെട്ടിവെച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ സൈറ്റ് എഞ്ചിനീയർ ഈ സ്റ്റേഡിയത്തിനായി ഒരു സൈറ്റ് എഞ്ചിനീയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പരിശോധനകൾ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതായത് 5 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയാണ് മുൻകൂറായി വാങ്ങി വെക്കുന്നത്. അത് ഈ സ്റ്റേഡിയത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സൈറ്റ് എഞ്ചിനീയറുടെ ഈ ഒരു സൈൻ കൂടി ലഭിച്ചതിന് ശേഷമാണ് ആ തുക സാധാരണഗതിയിൽ തിരികെ നൽകേണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ചന്ദ്രപിള്ള ഇങ്ങനെ സ്റ്റേഡിയം വിട്ടു നൽകിയതും അതിനനുസരിച്ച് തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തുമ്പോൾ പോലും ഈ തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി നോക്കേണ്ടതാണ്. കാര്യം
കൃത്യമായി തന്നെ ഇവിടെ സൈറ്റ് എഞ്ചിനീയർ ഉണ്ട്. ആ സൈറ്റ് എഞ്ചിനീയർ ആണ് കൃത്യമായി ഈ പരിപാടി നടത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പരിപാടി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ പോഡിയം ഉൾപ്പെടെ താൽക്കാലികമായി ഉണ്ടാക്കിയതാണെങ്കിലും പോഡിയം ഉൾപ്പെടെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും സൈറ്റ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽ അക്കാര്യം ഉണ്ടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷമായിരിക്കും പിന്നീട് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ GCDAയുടെ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിന്റെ ക്രമീകരണങ്ങൾ മുഴുവൻ അവർക്ക് ബന്ധപ്പെടാനുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റി ആരാണോ അവർക്ക് ബന്ധപ്പെടാനുള്ള ഈ സ്റ്റേഡിയത്തിനകത്തുള്ള ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഈ സൈറ്റ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന്റെ കൂടി ശ്രദ്ധയിൽ ഇത് പെടാതിരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും കരാറിൽ പറയുന്ന മാനദണ്ഡ പ്രകാരമല്ല പരിപാടി നടന്നത് എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ നിന്നടക്കം അനുമതി വാങ്ങിയിട്ടില്ല എന്നത് വ്യക്തമാകുന്നു. കരാറിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. വിവരങ്ങളാണ് അഹമ്മദ് മുജ്തബ നൽകിയത്.